ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മസാല ചീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് പാലായിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് കൈ നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ചൂടൊന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചൂടാണെങ്കിൽ അതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. വിനീഗർ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് പിരിഞ്ഞ് വരും കേട്ടോ. പിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതൊന്ന് ആ വെള്ളത്തിൽ നിന്നൊക്കെ വിട്ട് ശരിക്കും പോരും. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷെ അത് ഫെയിലായിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം അന്ന് ഇത്രയായിട്ട് വന്നില്ല. പിന്നെ ഇതാ വെള്ളത്തിലേക്ക് ഇതിനെ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാ ഈ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ആ ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ, വെള്ളത്തിലിട്ട് തന്നെ. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പ് ഒന്ന് അതിലേക്ക് പിടിക്കാനായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവില്ല, അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിലോ അല്ലെങ്കിൽ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ, അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കാണും, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഞെക്കിക്കളയാം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്കൊന്നും ഒരു തരി പോലും ഒന്നും വേറെ ചീസിന് അംശമൊന്നും പറ്റില്ല, ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിക്കുള്ള പാകം. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. ഉള്ളി വെള്ളം ഉള്ളതുകൊണ്ടാണ് അത് വീർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അതങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത്, ഇതിപ്പോൾ കുറച്ച് പാലെടുത്തുള്ളൂ, കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു ഇങ്ങനെ കവറിലാക്കിയിട്ടൊന്ന് ഞാൻ ഫ്രീസറിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1-2 മണിക്കൂറൊന്ന് വെക്കണം. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അത് ദോശക്കല്ലിലേക്ക് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്രെഡിൻ്റെ പുറത്തേക്ക് കുറച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചീസ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞ് വരുമോ ഇല്ല നോക്കട്ടെ, സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാനത് നോക്കാണ്ട്, ഞാൻ ഒരുപാടൊന്നും ഇട്ട് കൊടുത്തില്ല, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് സക്സസ് ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ സക്സസ് ആയിട്ട് വരുമെന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊസറല്ല ചീസ് കേട്ടോ. ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ്. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ, ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനത് മുറിച്ചിട്ടൊന്ന് കഴിച്ചൊക്കെ നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. കുറച്ചും കൂടി ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇച്ചിരി കൂടി എടുത്തേക്ക് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ, ബ്രെഡിൻ്റെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ടുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും. ഓക്കെ, ടാറ്റാ.